എവ്രിവൺ. സോ നമ്മൾ ഇന്നിവിടെ കോവയ്ക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ കോവയ്ക്ക നല്ല ഉപ്പിലിട്ട് കഴുകി വൃത്തിയാക്കി അതിന്റെ 2 സൈഡും കണ്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ വട്ടത്തിൽ അത് അരിഞ്ഞെടുക്കുകയാണ് മുഴുവൻ കോവയ്ക്കയും. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിവിടെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ മുഴുവൻ കോവയ്ക്കയും അരിഞ്ഞു തീർന്നിട്ടുണ്ട്. നമ്മൾ അത് മൊത്തം വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് മിക്സ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വലിയൊരു ബൗളിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി കഷ്ണം അരിഞ്ഞു ചേർക്കുവാണ്. അത് നമുക്ക് ഇതിലും ചെറിയ ക്യൂബ്സ് ആയിട്ട് വെള്ളം അരിഞ്ഞു ചേർക്കാം, പക്ഷെ ഈ ഒരു വലുപ്പത്തിൽ ചേർക്കുന്നതായിരിക്കും കോവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി അതിലേക്ക് ഒരു 2 തണ്ട് കരിവേപ്പില, ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 2 പച്ചമുളക് നടുവേ കീറിയത്. ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. അപ്പൊ നമ്മൾ തോരൻ വെക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് തിരുമ്മി ചേർക്കണം. എങ്കിലാണ് അതിന്റെ തേങ്ങയുടെയും നമ്മുടെ ഉപ്പിന്റെയും പച്ചമുളക്, ജീരകം ഇതിന്റെയൊക്കെ നീര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കൈകൊണ്ട് നല്ല ഞെരടി തിരുമ്മി വേണം ഇത് ഇളക്കി മിക്സ് ചെയ്ത് ചേർക്കാൻ. അപ്പൊ ഇവിടെ നന്നായിട്ട് ഒരു 2 മിനിറ്റോളം മിക്സ് ചെയ്ത് ഞാൻ തിരുമ്മി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കുന്നതിന് ആവശ്യമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ ഇട്ട് ഒരു 10 ചെറിയ ചുവന്നുള്ളിയും അരിഞ്ഞു ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പൊ നമ്മുടെ ചൂടായ പാനിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എണ്ണ ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ആണ് ഞാനിവിടെ കടുക് ചേർത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ജീരകം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ജീരകത്തിന്റെ ഫ്ലേവർ എത്രയും കിട്ടണോ അതിനനുസരിച്ചാണ്. അപ്പൊ എനിക്ക് ജീരകത്തിന്റെ ഫ്ലേവർ ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നതാണ് ടേസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. സോ ഞാൻ അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണോളം ജീരകം ഇവിടെ ചേർത്തു. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കരിയാപ്പില ഇത്രയും സാധനം കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിക്കുകയാണ്. അപ്പം ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പൊ അതായത് ഇവിടെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിത് എല്ലാ സൈഡിലേക്കും ഒന്ന് നീക്കി വെച്ച് കൊടുത്തിട്ടാണ് കോവയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് അടിയിൽ കിടന്ന് ചിലപ്പോൾ കരിയാനിടയാകും നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ. അപ്പൊ നമ്മളിത് അരികിലേക്കൊന്ന് നീക്കി വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ തിരുമ്മി മാറ്റി വെച്ചിരിക്കുന്നതായിട്ടുള്ള കോവയ്ക്ക മുഴുവനായിട്ട് നടുക്കോട്ടിട്ട് ചേർത്ത് കൊടുക്കുന്നു. അപ്പൊ നമ്മളിവിടെ മുഴുവൻ കോവയ്ക്കയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനൊരു 1/2 ഗ്ലാസ്സിനടുത്ത് വെള്ളം ഇപ്പൊ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിൽ 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുകയാണ്. അതിനുശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പൊ ഇവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിവിടെ വെച്ചിരുന്നത്. ഇതങ്ങനെ അധികം വെന്തിട്ടില്ല, ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ. ഈ സമയത്ത് വെള്ളം ആവശ്യത്തിനുണ്ടോ, ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കാം. അപ്പം ഇവിടെ എനിക്ക് വെള്ളം പറ്റിയിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിനായിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർക്കുവാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തു. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം. അപ്പോഴും ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരുന്നത്. ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്കയുടെ ടെക്സ്ചർ ഒക്കെ മാറിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം പറ്റിയോന്നൊന്ന് ഇളക്കി നോക്കുക. വെള്ളം പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ മൂടി വെക്കണ്ട, നമുക്കിത് തുറന്ന് തന്നെ വെച്ച് തീ കൂട്ടി വെച്ച് വെള്ളം പറ്റിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ അടച്ചു വെച്ച ചിലപ്പം വീണ്ടും കൂടുതലായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ തീ ഇവിടെ നമ്മൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണേ.